വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 6:34, നാളെയെക്കുറിച്ച് വിഷമിക്കേണ്ട, കാരണം നാളെ അതിൻ്റെതായ ആകുലതകളുണ്ട്. ഓരോ ദിവസത്തിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. നാം നാളെയെക്കുറിച്ച് ആകുലപ്പെടുന്നുവെങ്കിൽ ഇന്ന് ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ചെറിയ സന്തോഷങ്ങൾ, അനുഗ്രഹങ്ങൾ, സമാധാനം ഒന്നും നമുക്ക് ആസ്വദിക്കുവാനായിട്ട് കഴിയുകയില്ല. ആകുലതകൾ കൊണ്ട് നാം ഇന്നത്തെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്, ഇന്നത്തെ സമാധാനം നഷ്ടപ്പെടുത്തുകയാണ്, ഇന്നത്തെ ദൈവക്കരുതൽ നമുക്ക് അനുഭവിക്കാൻ കഴിയാതിരിക്കുകയാണ്. നാളെക്കുറിച്ച് ആസൂത്രണം ചെയ്യുന്നതൊക്കെ ശരിയാണ്, എന്നാൽ നാം ഇന്നത്തെ ദിവസം ജീവിപ്പാനായിട്ട് മറന്നു പോവുകയാണ്. നമ്മുടെ കുടുംബത്തോടൊപ്പം സന്തോഷിക്കുവാൻ, നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സമാധാനം അനുഭവിക്കാനൊന്നും നാം കഴിയാതെ പ്രയാസപ്പെട്ട് നാം മനസ്സിൽ നീറുന്ന പ്രശ്നങ്ങളായി അഭിമുഖീകരിക്കുകയാണ്. നാം എപ്പോഴും നാളെക്കുറിച്ച് ആവലാതിപ്പെടുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മെപ്പറ്റിയുള്ള ദൈവക്കരുതൽ നാളെയെപ്പറ്റി വളരെ വലുതാണ്. അപ്പോൾ അവിടെ കൃപയും ശക്തിയും നൽകി നാളെ വഴി നടത്തുവാൻ ഒരു നല്ല ദൈവമുണ്ടെന്ന് നാം ഹൃദയം കൊണ്ട് പൂർണ്ണമായി വിശ്വസിക്കണം. നാളെ നാം എത്തിച്ചേരുമ്പോൾ അവിടെ നമുക്ക് മുമ്പേ വഴി നടക്കുന്ന ഒരു ദൈവമുണ്ടെന്നും താൻ തൻ്റെ ശക്തിയും കൃപയും നമ്മുടെ മേൽ പകരുന്ന ദൈവമാണെന്നും നാം മനസ്സിലാക്കുക. നമുക്കറിയാമല്ലോ, ഇന്നത്തെ ആവശ്യത്തിനുള്ള വൈദ്യുതി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നാളെ ആവശ്യത്തിനുള്ള വൈദ്യുതി ഒന്നും നാം കരുതി വയ്ക്കാറില്ലല്ലോ. 1 പത്രോസ് 5:7 പ്രകാരമാണ് പറയുന്നത്, നിങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും ദൈവത്തിനു മേൽ സമർപ്പിക്കുക, അവൻ നമ്മെക്കുറിച്ച് കരുതുന്ന ദൈവമാണ്. നാം എങ്ങനെയാണ് നമ്മുടെ ആകുലതകൾ ദൈവത്തിനു മേൽ ഇട്ടുകൊള്ളുന്നത്? 2 കാര്യങ്ങളാണ് നാം മനസ്സിലാക്കുന്നത്. ഒന്ന്, ബൈബിളിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നാം മനഃപ്പാഠമാക്കുക, നാം അതിനെ ഗ്രഹിക്കുക, നാം വിശ്വസിക്കുക. ഇതാണ് ഒരു നല്ല മാർഗം. എങ്ങനെയെന്നാൽ അതൊരു വിശ്വാസികൾക്ക് ഒരു ഇൻഷുറൻസ് പോളിസി പോലെയാണ്. നാം നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പോളിസി എടുത്തിട്ടുണ്ടെന്ന് അറിയുമ്പോൾ നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തുന്നത് പോലെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നാം ഓർത്തു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ ആ വാഗ്ദത്തങ്ങൾക്കകത്തുണ്ട് എന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. രണ്ടാമത്, പ്രാർത്ഥനയാണ്. നമ്മുടെ ആകുലതകൾ ദൈവത്തിന് മേൽ ഇട്ടുകൊള്ളുവാൻ, നമ്മുടെ ആകുലതകളും നമ്മുടെ പ്രതിസന്ധികളെല്ലാം നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയായി അർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ദൈവം ഇന്ന് നൽകുന്ന സമാധാനവും അനുഗ്രഹങ്ങളും ആസ്വദിപ്പാൻ നമുക്ക് കഴിയും. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.